ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു കുഞ്ഞു വാവയുടെ, പ്രത്യേകിച്ച് 2, 3, 4 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞു വാവകളുടെ യൂറിൻ അതുപോലെ സ്റ്റൂള് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു കുട്ടി ജനിച്ച അന്ന് തൊട്ട് ഇത് പറഞ്ഞു തുടങ്ങാം. അപ്പം ഒരു 5, 6 മാസത്തിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ യൂറിനും സ്റ്റൂളിൻ്റെ ഒക്കെ പാറ്റേണിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ ആദ്യം നമുക്ക് യൂറിൻ വെച്ച് തുടങ്ങാം. ഒരു കുട്ടി എപ്പോഴാണ് ജനിച്ചതിന് ശേഷം ആദ്യമായി യൂറിൻ പാസ് ചെയ്യുന്നത്? 24 തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ എപ്പോഴും ആവാം. ഇനി ആദ്യ നാളുകളിൽ ആ കുട്ടി എത്ര തവണ മൂത്രമൊഴിക്കും? ആദ്യത്തെ 1-2 ദിവസം 2-3 തവണയൊക്കെ മൂത്രമൊഴിക്കും ഉണ്ടാവുള്ളൂ. 4-5 ദിവസം ആവുന്നതിനനുസരിച്ച് മൂത്രത്തിന്റെ അളവ് കൂടും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആദ്യത്തെ ഒരാഴ്ചയുടെ അവസാനത്തോടു കൂടി ഒരു ദിവസം ഏകദേശം 4 തൊട്ട് 6 തവണ വരെയൊക്കെ ഒരു കുട്ടി മൂത്രമൊഴിക്കും. ഇനി ഈ മൂത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആ മൂത്രത്തിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എണ്ണവും ആ മൂത്രത്തിന്റെ കളറുമാണ്. അപ്പം ഈ മൂത്രത്തിന്റെ എണ്ണം ആദ്യ നാളുകളിൽ എത്രയെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 3-4 ദിവസങ്ങൾക്ക് ശേഷം ഈ മൂത്രത്തിന്റെ അളവ് 4 അല്ലെങ്കിൽ 6 തവണ വരെ ഒരു ദിവസം പോകും. ചില കുട്ടികൾ അതിന് കൂടുതലും പോകും. അപ്പൊ ഈ എണ്ണത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? നിങ്ങളുടെ കുട്ടിക്ക് വേണ്ട വിധത്തിലുള്ള മുലപ്പാല് കിട്ടിയോ എന്ന് നമുക്കൊരു സൂചന നൽകുന്ന ഒന്നുകൂടിയാണ് ഈ മൂത്രം. എങ്ങനെയാ? ഈ മൂത്രത്തിന്റെ എണ്ണം തീരെ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൊടുക്കുന്ന പാല് പോരാ. അതുപോലെ ഒന്നാണ് ഈ മൂത്രത്തിന്റെ കളറ്. യൂഷ്വലി നമ്മുടെ ന്യൂ ബോൺ ബേബീസിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ നാളുകളിൽ അവിടെ മൂത്രത്തിന് മിക്കവാറും കളർലെസ് ആയിരിക്കും. എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു വളരെ ലൈറ്റ് മഞ്ഞ, ഒരു ഡീപ്പ് ഡാർക്ക് മഞ്ഞ ആകുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറവാണ്, മുല കൊടുക്കുന്നത് കുറച്ചൊന്ന് കൂട്ടേണ്ടതുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ ഒന്നാണ് നിങ്ങൾ എപ്പോഴും കാണാനിടയുള്ള ഒന്നാണ്, ആദ്യ നാളുകളിൽ നിങ്ങളുടെ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കരച്ചിലുണ്ടാവും. മൂത്രം ഒഴിക്കുന്നതോടുകൂടി ആ കരച്ചിൽ നിൽക്കും. അത് നോർമലാണ്, കണ്ട് ഭയപ്പെടേണ്ടതില്ല. കുഞ്ഞിന്റെ ബ്ലാഡർ ഇങ്ങനെ ചുരുങ്ങുമ്പോൾ ഉണ്ടാവുക ചെറിയൊരു പെയിനാണ് ആ കരച്ചിലിന് കാരണം. കുഞ്ഞ് വലുതാവും തോറും അത് മാറിപ്പോകും. പക്ഷേ ഒരു കുട്ടി മൂത്രം ഒഴിക്കുന്ന അവസരത്തിലാണ് കരയുന്നത്, മൂത്രത്തിൽ നല്ല മഞ്ഞ കളർ ഉണ്ട്, നല്ല സ്മെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ അത് മൂത്രപ്പഴുപ്പാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒന്നാണ്. അത്രയും മനസ്സിലായല്ലോ. ഇനി മൂത്രത്തിന്റെ കളറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡാർക്ക് യെല്ലോ വരെ ആയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിന്റെ അളവ് കുറവാണ്. പക്ഷെ നിങ്ങൾ ആ മൂത്രത്തിൽ മറ്റ് കളറുകൾ, റെഡ് അങ്ങനെയുള്ള കളർ കണ്ട ഡോക്ടറെ ശ്രദ്ധപ്പെടുത്തേണ്ട ഒന്നാണ്. അപ്പൊ ഇത്രയാണ് ഒരു കുഞ്ഞിന്റെ യൂറിനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഒരു കുഞ്ഞിന്റെ സ്റ്റൂളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാണ്? ഒരു കുഞ്ഞ് ആദ്യമായി എപ്പോഴാണ് സ്റ്റൂൾ പാസ് ചെയ്യുന്നത്? ഏകദേശം 24 മണിക്കൂർ തൊട്ട് അല്ലെങ്കിൽ 48 മണിക്കൂർ വരെ കാത്തിരിക്കാം, പ്രശ്നമില്ല. 24 മണിക്കൂറാണ് മെജോറിറ്റി ഓഫ് ദ ബേബീസ്. പക്ഷെ 48 മണിക്കൂർ വരെ കാത്തിരിക്കുന്നത് തെറ്റില്ല എന്നാണ് ചില ഫോറിൻ ഗൈഡ് ലൈൻസുകളിൽ പറയുന്നത്. അപ്പൊ ആദ്യത്തെ മലം, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മെക്കോണിയം. അത് കുറച്ചൊരു ടാറി ബ്ലാക്ക് കളേർഡ് ആയിരിക്കും. പിന്നെ അത് പയ്യെ 2-3 ദിവസം ആകുന്നതോടുകൂടി മഞ്ഞ കളറായി വരും. ഇനി ഈ മലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ആ മലത്തിന്റെ ഒരു രൂപം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന്, പ്രത്യേകിച്ച് പാല് മാത്രം കുടിക്കുന്ന ഒരു ആദ്യത്തെ 3-4 മാസം അല്ലെങ്കിൽ 5 മാസം വരെയുള്ള ഒരു കുഞ്ഞിന്റെ മല എപ്പോഴും ഒരു ലൂസ് രൂപത്തിലായിരിക്കും. അത് വയറിളക്കമല്ല. നിങ്ങളുടെ കുഞ്ഞിന്റെ മലം അങ്ങനെ തന്നെയാണ്, വയറിളക്കമല്ല. ആ കുട്ടിയുടെ മലത്തിൽ ഒരു അരിമണി പോലെ ചെറിയ ഡോട്ട് അല്ലെങ്കിൽ അരിമണി പോലത്തെ സാധനങ്ങൾ ഉണ്ടാവും. അതും നോർമലാണ്. ഒരു ദിവസം എത്ര തവണ മലം പോവും? 4, 5, 6 തവണ വരെ പോവാം. അതുപോലെ തന്നെ നിങ്ങൾ പാല് കുടിച്ച ഉടനെ നിങ്ങളെ കുട്ടി ചിലപ്പോൾ മലം കണ്ടു പോകുന്നതാണ്. അത് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞ് ഗ്യാസ് താഴെ കൂടെ പോകുമ്പോഴും ഒരു കുഞ്ഞു മലം അതിന് കൂടെ പോവാം. ഇതൊക്കെ നോർമലാണ്, ഇത് കണ്ട് ഭയപ്പെടേണ്ടതില്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പം ഒരു കുട്ടി വെള്ളം പോലെ 3-4 തവണ പാസ് ചെയ്യുന്നു, എന്റെ കുട്ടിക്ക് വയറിളക്കമാണോ എന്നും പറഞ്ഞ് പേടിച്ചു വരുന്ന പാരന്റ്സ് ഉണ്ട്. അല്ല, വയറിളക്കമാണെങ്കിൽ കുട്ടി അതിന്റെ കൂടെ മറ്റു ലക്ഷണങ്ങൾ കാണിക്കും. ഉദാഹരണത്തിന് ഭയങ്കര ക്ഷീണമായിരിക്കും, ഒന്നും കുടിക്കുന്നുണ്ടാവില്ല, പനി വന്നേക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഇനി ഇങ്ങനെയാണ് ഒരു കുട്ടിയുടെ മലത്തിന്റെ അവസ്ഥ എന്നുണ്ടെങ്കിൽ കൂടി ചില സന്ദർഭങ്ങളിൽ നിങ്ങളെ കുട്ടി 4, 5, 6 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരു തവണ മലം പോവാം. അത് നോർമലാണോ? അതും നോർമലാണ്. ആദ്യ നാളുകളിൽ ആദ്യത്തെ ഒരു 3-4 മാസം 4-5 മാസമൊക്കെ അങ്ങനെ ആവാറുണ്ട്. പ്രത്യേകിച്ച് ഒരു പാല് മാത്രം കുടിക്കുന്ന കുട്ടി, നോട്ട് ചെയ്യാം, കുട്ടിക്ക് ഫോർമുല ഇല്ല, കുട്ടിക്ക് സോളിഡ്സ് ഇല്ല, ഓൺലി മദർ മിൽക്ക് മാത്രം കുടിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 3, 4, 5 ദിവസം വരെയൊക്കെ മലം പോവാതിരുന്നാലും ഒരു പ്രശ്നമില്ല, നോർമലാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത്,
അങ്ങനെ 3-4 ദിവസങ്ങൾക്ക് ശേഷം കുട്ടി പാസ് ചെയ്യുന്ന മലം ലൂസ് ആയിരിക്കണം, ടൈറ്റ് ഉള്ളതായിരിക്കരുത്. ടൈറ്റ് ഉള്ളതാണെങ്കിൽ അത് കോൺസ്റ്റിപ്പേഷൻ ആണ്, നോർമൽ അല്ല. രണ്ടാമത്തെ കാര്യം, കുട്ടിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന് വയറ് വീർക്കുക, അമിതമായി ഛർദ്ദിക്കുക, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് മനസ്സിലായല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3-4 ദിവസം കഴിഞ്ഞിട്ട് മലം പോകാത്ത നിങ്ങൾ പേടിക്കണ്ട. എന്നിരുന്നാൽ പോലും ഒരു 4, 5, 6 അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ ഒന്ന് പീഡിയാട്രിഷനെ പോയി കാണിക്കുക. കാരണം ഞങ്ങൾ പീഡിയാട്രിഷ്യൻസ് നോക്കുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്, അതൊന്നും നോക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ 3-4-5 ദിവസം വരെ നിങ്ങൾക്ക് കാത്തിരിക്കുന്നതിൽ തെറ്റില്ല. കുട്ടി ആക്റ്റീവ് ആണ്, അലേർട്ട് ആണ്, പ്ലേഫുൾ ആണ്. ഓൺലി ഓൺ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണെന്ന് ഭയപ്പെടേണ്ട. ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ പറയും, അല്ല ഡോക്ടറെ, എന്റെ കുട്ടി കഴിഞ്ഞ ആഴ്ച വരെ ഒരു ദിവസം തന്നെ 5-6 പോയിരുന്നു, ഇതിപ്പോ ഈ ആഴ്ച തൊട്ടാണ് ഇങ്ങനെ ആകാം. കഴിഞ്ഞ ആഴ്ച ഡെയിലി 4, 5, 6 തവണ പോയ കുട്ടി ഈ ആഴ്ച തൊട്ട് 4 ദിവസം കൂടുമ്പോൾ 5 ദിവസം കൂടുമ്പോൾ ഒരു തവണ പോവാം. ഇനി കഴിഞ്ഞ ആഴ്ച 4, 5 ദിവസം കൂടുമ്പോൾ പോയിരുന്ന കുട്ടി ഈ ആഴ്ച തൊട്ട് ഡെയിലി 5, 6 തവണ പോവാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഇതൊക്കെ നോർമലാണ്. പക്ഷെ നിങ്ങളെ കുട്ടി നല്ല രീതിയിൽ സോളിഡ്സ് കഴിക്കുന്നുണ്ട്, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടി ഫോർമുല നല്ലോണം, നിങ്ങളുടെ കുട്ടിയുടെ മേജർ ഫുഡും ഫോർമുലയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പോകുന്ന മലത്തിന്റെ അളവ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കാം. അത് മലബന്ധമാണെന്നല്ല, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാം. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ മലത്തിന്റെ കളറ്, നിങ്ങളുടെ കുഞ്ഞിന്റെ മലത്തിന്റെ കളറ് മഞ്ഞയായിരിക്കും. ആദ്യം ആ ഒരു ദിവസം ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും, അത് ആദ്യത്തെ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നല്ല മഞ്ഞ കളറായിരിക്കും, അത് നോർമൽ കളറാണ്. അതിന്റെ കൂടെ ചില സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഫോർമുല ഒക്കെ കൊടുക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു പച്ച കളറും കൂടെ വരാം, അല്ലെങ്കിൽ 6 മാസം ആകുന്ന സമയത്തൊക്കെ സോളിഡ്സ് കൊടുക്കുമ്പോൾ ഒരു പച്ച കളർ വരാം. അത് നോർമൽ ആണ്, ഭയപ്പെടേണ്ടതില്ല. ഏതാണ് അബ്നോർമൽ? അബ്നോർമൽ ആയിട്ടുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് ഒരു വെളുത്ത കളറുള്ള മലം വരിക, അല്ലെങ്കിൽ കറുത്ത കളറുള്ള മലം വരിക. ആദ്യ ദിവസം കറുത്ത വരും, അതല്ല പറയുന്നത്. ആദ്യത്തെ ദിവസം കഴിഞ്ഞു കുട്ടി മഞ്ഞയായിട്ട് പാസ് ചെയ്യാൻ തുടങ്ങി, 1-2 ആഴ്ചക്ക് ശേഷം പോലും നല്ല കറുത്ത മലം വരിക, ബ്ലഡ് ഉള്ള മലം വരിക. ഇത് മൂന്നും നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പരിശോധിക്കേണ്ട ഒരു കണ്ടീഷനാണ്. നിങ്ങളെ പീഡിയാട്രീഷ്യനെ തന്നെ പോയി കാണിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയാണ് മലത്തിനെ കുറിച്ചും മൂത്രത്തിനെ കുറിച്ചും പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. അതുപോലെ ഈ പാരന്റിങ് ജേർണിയിൽ ഇതിന്റെ കൂടെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ഓരോ ടോപ്പിക് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂ ബോൺസിനെയും ഇൻഫൻസിനെയും, 1 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ കുറിച്ചാണ്. സംശയങ്ങൾ ചോദിക്കുക. ഇത് പാരന്റിങ് സെഷനിൽ കൂടെ കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.